ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനസ്സ് എങ്ങോട്ട് ഓടുന്നുവോ അങ്ങോട്ട് ശരീരത്തെയും വലിച്ചു കൊണ്ടുപോകും. അതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഇതിൽ ഈ ദേഹി അല്ലെങ്കിൽ ദേഹത്തിലിരിക്കുന്ന, ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ആ ശക്തിവിശേഷമാണ് നാം ഓരോരുത്തരും. അതിൽ നമ്മെ ഞാനെന്ന് സംബോധന ചെയ്യുന്നു. ആ ഞാൻ ആണ് വാസ്തവത്തിൽ ഈ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ശരീരത്തെയും വലിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സ് അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുന്നു. ഞാൻ മനസ്സിൻ്റെ അടിമയായാൽ മനസ്സ് എല്ലാത്തിനെയും അടിമയാക്കും. ശരീരത്തെ അടിമയാക്കി താൻ ഇച്ഛിച്ച വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കും. അങ്ങനെ ഓടി ശരീരം ജീർണിച്ച് തളർച്ച വന്നു. അതിനെ ഒരു കവി വർണ്ണിക്കുകയാണ്. ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ജീർണ വപുസ്സും ചുമന്ന് ജീവിതമാവോ മഴുക്കുചാലിൽ നീന്തി പോകുന്നു മൃത്യുവിൻ ബിംബേ. മനസ്സിനടിമപ്പെട്ട ഒരു മനുഷ്യൻ പോകുന്നത് മരണത്തിൻ്റെ പിന്നാലെയാണ്. ആ മനസ്സിനെ ജയിച്ച് ജീവൻ്റെ ഉപകരണങ്ങളാണ് ശരീരം, മനസ്സും ബുദ്ധിയും. അത് മൂന്നിനെയും തനിക്ക് സ്വാധീനമാക്കിയാൽ ആ വ്യക്തിക്ക് അമരത്വത്തിലേക്ക് ഉയരാൻ പറ്റും. എന്നാൽ അതിനിടയ്ക്ക് നിൽക്കുന്ന മനസ്സിനെ ഈ ജീവത്വം അടിമപ്പെട്ട് കഴിയുമ്പോൾ, ഈ മനസ്സിൻ്റെ ഭരണമായാൽ ജീവനും ബുദ്ധിയും ശരീരവും മനസ്സ് എങ്ങോട്ട് പോകണമെന്ന് പറയുന്നുവോ അങ്ങോട്ട് പോകുന്നു. ഓടി ഓടി തളരുന്നു. അതാണ് പറയുന്നത്. അങ്ങനെ മനസ്സിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഓടിത്തളർന്ന മനസ്സോടിത്തളർന്നു. സ്വന്തം ജീർണവപുസ്സും ചുമന്ന് ജീർണിച്ച നടക്കാൻ കഴിയാത്ത ഈ ശരീരത്തെയും വലിച്ചിഴച്ചുകൊണ്ട് മനസ്സ് ഓടിത്തളർന്നു. അവസാനം മനസ്സുദ്ദേശിക്കുന്നതൊന്നും അതിന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് തളർന്ന് വശാകുന്നു. ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ജീർണ വപുസ്സും ചുമന്ന്. ജീർണിച്ച വപുസ് എന്നാൽ ഈ ശരീരം, വസ്ത്രം, ജീവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമായിരിക്കുന്ന ഈ ശരീരത്തെയും ചുമന്നുകൊണ്ട് പോകുന്നു. ഏതിലൂടെയാണ് പോകുന്നത്? ജീവിതമാവോ മഴുക്കുചാലിൽ നീന്തി പോകുന്നത്. എങ്ങനെയാണ്? ജീവിതമാകുന്ന അഴുക്കുചാലിൽ കൂടി. മനസ്സിന് അടിമപ്പെട്ടാൽ പിന്നെ കാമം, ക്രോധം, മതം, മത്സര്യം, അസൂയ, പക, വിദ്വേഷം ഇതിനൊക്കെ അടിമയായിത്തീരുന്നു. ഇതൊക്കെയാണ് അഴുക്കുചാല് എന്ന് പറയുന്നത്. ജീവിതമാവോ മഴുക്കുചാലിൽ കൂടി പോകുന്നു. ഈ അഴുക്കുചാലിൽ കൂടി പോയാൽ എവിടെയാണ് ചെന്ന് അവസാനിക്കുക? നമ്മൾ മരിക്കുന്നവരല്ല. മനസ്സിൻ്റെ അടിമപ്പെട്ടാൽ നാം മരണത്തിന് വിധേയമാകും. മരണത്തിന് അടിമപ്പെട്ട് നാം സഞ്ചരിക്കുന്നത് ജീവിതമാകുന്ന അഴുക്കുചാലിൽ കൂടിയാണ്. ആ അഴുക്കുചാലിൽ അന്തിമം ശാശ്വതമേ
അനുസരണമുള്ള ഒരു ഭൃത്യനാണ്. ഒരിക്കലും മനസ്സിനെ ഒരു യജമാനൻ ആക്കരുത്. യജമാനനാക്കാതെ മനസ്സിനെ അടിമയാക്കി സ്വേച്ഛയ്ക്ക് വിധേയമാക്കുന്ന ഒരു വ്യക്തിയാണ് അമരത്വത്തിലേക്ക് ഉയരുക. അവരാണ് മോക്ഷത്തിന് അർഹനായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഓടിത്തളർന്ന മനസ്സ് സ്വന്തം ജീർണാവപുസ്സും ചുമന്ന് ജീവിതമാകുമഴുക്കുചാലിൽ നീന്തി പോകുന്നു മൃത്യുവിൻ പിൻപേ.